Welcome to Forward Steps Vlogs. This is the sixth part of questions and answers related to Kerala Financial Code and Kerala Budget Manual conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. ആകെ ടെൻഡർ തുകയുടെ എത്ര ശതമാനമായിരിക്കും നിശ്ചയിക്കപ്പെടേണ്ട നിരതദ്രവ്യം? ഉത്തരം 1%. ധൃതിയിലുള്ള പർച്ചേസ് എപ്പോഴാണ് ഒഴിവാക്കേണ്ടത്? ഉത്തരം സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വാങ്ങുന്നത്. നിരതദ്രവ്യം എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? ഉത്തരം ഓരോ ടെൻഡറിനൊപ്പവും. ₹10,000 അതിൽ കൂടുതലോ ഉള്ള ടെൻഡറുകൾക്ക് നിരതദ്രവ്യം സ്വീകരിക്കുന്നത് എങ്ങനെ? ഉത്തരം ആകെ ടെൻഡർ തുകയുടെ 1%. ലഭിക്കുന്ന ടെൻഡറുകൾ ആരുടെ പക്കലാണ് പൂട്ടി സൂക്ഷിക്കേണ്ടത്? ഉത്തരം ആഫീസ് മേധാവിയുടെ പക്കൽ. ഒരു പർച്ചേസ് ഓർഡറിന്മേൽ ലഭിച്ച ഒന്നിലധികം ടെൻഡറും ടെൻഡർ കവറുകളും രേഖകളും എത്ര നാൾ ഭദ്രമായി സൂക്ഷിക്കണം? ഉത്തരം 5 വർഷം. ടെൻഡർ സമർപ്പിച്ചയാളോ പ്രതിനിധിയോ ടെൻഡർ തുറന്നപ്പോൾ ഹാജരില്ല എന്ന കാരണത്താൽ ടെൻഡർ തിരസ്കരിക്കാമോ? ഉത്തരം തിരസ്കരിക്കാൻ പാടില്ല. ടെൻഡർ തിരസ്കരിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം. ഉത്തരം ടെൻഡർ സമർപ്പിച്ചയാള് ടെൻഡറിൽ ഒപ്പുവെച്ചിട്ടില്ല എങ്കിൽ. വൈകി ലഭിക്കുന്ന ടെൻഡറുകൾ സ്വീകരിക്കാമോ? ഉത്തരം സ്വീകരിക്കാൻ പാടില്ല. പോസ്റ്റ് മുഖാന്തിരം താമസിച്ച് ലഭിക്കുന്ന ടെൻഡറിന്മേൽ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ. ഉത്തരം ടെൻഡർ ലഭിക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന തീയതിക്ക് മുമ്പായി ടെൻഡർ പോസ്റ്റ് ചെയ്തിരുന്നതായി ബോധ്യപ്പെടുവാൻ കഴിയുമെങ്കിൽ ടെൻഡർ സ്വീകരിക്കാം. വകുപ്പ് തലവന് ഗവൺമെന്റിലേക്ക് അയക്കുന്ന വാർഷിക അഡ്മിനിസ്ട്രേഷന് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം? ഉത്തരം സ്റ്റോക്ക് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുന്നതിനെപ്പറ്റിയും ആനുകാലിക സ്റ്റോക്ക് എടുപ്പുകളെപ്പറ്റിയും സ്റ്റോക്ക് കുറവ് കണ്ടെന്ന് സ്വീകരിച്ച നടപടികളെപ്പറ്റിയും വിശദമാക്കണം. ഒരു വിജ്ഞാപനം പ്രകാരം പലവിധ വസ്തുക്കൾ വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചുവെങ്കിൽ ഭാഗികമായി ലഭിച്ച ടെൻഡർ സ്വീകരിക്കാമോ? ഉത്തരം സ്വീകരിക്കാവുന്നതാണ്. ഒരു ടെൻഡർ നടപടിയിൽ ഒരേ നിരക്കിലും വ്യവസ്ഥകളിലും 2 ടെൻഡറുകൾ ലഭിച്ചാൽ. ഉത്തരം കോൺട്രാക്ട് 2 പേർക്കും തുല്യമായി നൽകണം. സംസ്ഥാനത്തിനകത്തുള്ള സ്വകാര്യ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായുള്ള ടെൻഡറുകളിൽ അനുവദനീയമായ വില മുൻഗണന എത്ര ശതമാനം? ഉത്തരം 15%. സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള ടെൻഡറുകൾ പരിശോധിക്കുമ്പോൾ അളവ്, വില, ഡെലിവറി വ്യവസ്ഥകൾ, പേയ്മെന്റ് വ്യവസ്ഥകൾ എന്നിവ തുല്യമായാൽ പർച്ചേസ് നടത്തുന്നതിന് രണ്ടാമത് നൽകേണ്ട മുൻഗണന എന്തിനാണ്? ഉത്തരം ഇന്ത്യക്കകത്ത് ലഭ്യമായ അസംസ്കൃത വസ്തുക്കളിൽ നിന്നും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക്. സാമഗ്രികൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ടെൻഡറുകൾ നിരസിക്കുന്നതിനുള്ള വിവേചനാധികാരം ആരുടെയാണ്? ഉത്തരം സാമഗ്രികൾ വാങ്ങുന്നതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ. ഒരു പർച്ചേസ് ഓഫീസറായുള്ള സർക്കാർ ജീവനക്കാരന്റെ സഹോദരന് സമർപ്പിച്ച ടെൻഡർ ഗുണമേന്മ നല്ലതും വിലയിൽ കുറവുള്ളതുമാണെങ്കിൽ ഇടപാടുകൾ എപ്രകാരം നടത്തണം? ഉത്തരം പിന്നീടുള്ള ഇടപാടുകളിൽ നിന്നും ഈ ഉദ്യോഗസ്ഥന് ഒഴിവായി നിൽക്കണം. വില മുൻഗണന നൽകേണ്ടുന്നത് എന്തിന്? ഉത്തരം പൊതുമേഖല ഉൽപ്പന്നങ്ങൾക്ക്. ഒരു പർച്ചേസ് ഓഫീസർ ഔദ്യോഗിക ബിസിനസ് നടത്തുമ്പോൾ തന്റെ ബന്ധുക്കളുമായി ഇടപാടുകൾ നടത്തേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉത്തരം ഈ ഉദ്യോഗസ്ഥന് ഇതിൽ നിന്നും ഒഴിവായി നിന്നുകൊണ്ട് തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥൻ തുടർ നടപടികൾ നടത്തണം. സാമഗ്രികൾ വാങ്ങുമ്പോൾ റെയിൽവേ ചെലവുകൾ സർക്കാർ വഹിക്കണമെങ്കിൽ. ഉത്തരം ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുവരണം.
ചില സാമഗ്രികളുടെ പർച്ചേസിനായി ടെൻഡർ ക്ഷണിച്ചിട്ട് തൃപ്തികരമായ ടെൻഡറുകൾ ലഭിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരം: പുതിയ ടെൻഡറുകൾ ക്ഷണിക്കണം. ടെൻഡർ ഉറപ്പിച്ചു കൊടുത്ത കരാറുകാരനിൽ നിന്നും കോൺട്രാക്ട് പ്രകാരം ഒരു നിശ്ചിത തുക പർച്ചേസിംഗ് ഓഫീസർ അടപ്പിക്കും. ആയത്: ഉത്തരം: സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. സപ്ലൈ ഓർഡറിന്റെ കോപ്പി ആർക്കൊക്കെ അയക്കണം? ഉത്തരം: അക്കൗണ്ടന്റ് ജനറൽ, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ് അധികാരികൾ, സാമഗ്രികൾ കൈപ്പറ്റേണ്ടുന്ന ഓഫീസർ എന്നിവർക്ക്. ആകെ കോൺട്രാക്ട് തുകയുടെ എത്ര ശതമാനമാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി അടപ്പിക്കുന്നത്? ഉത്തരം: 5%. കോൺട്രാക്ട് കാലാവധി അവസാനിച്ച് എത്ര മാസത്തിനുള്ളിലാണ് സെക്യൂരിറ്റി തുക തിരികെ നൽകേണ്ടത്? ഉത്തരം: 3 മാസം. റണ്ണിംഗ് കോൺട്രാക്ട് എന്നാൽ എന്ത്? ഉത്തരം: നിശ്ചിത അളവിലുള്ള സാമഗ്രികൾ ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു പ്രത്യേക കാലയളവിലായി സപ്ലൈ ചെയ്തു കൊള്ളാമെന്ന കരാർ. സാമഗ്രികൾ സപ്ലൈ ചെയ്യുന്നതിന് റേറ്റ് കോൺട്രാക്ട് ഉറപ്പിച്ചു നൽകുന്ന അധികാരി. ഉത്തരം: സ്റ്റോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. റണ്ണിംഗ് കോൺട്രാക്റ്റിന് ഒരു ഉദാഹരണം. ഉത്തരം: വിറക് സപ്ലൈ ചെയ്യുന്നത്. റേറ്റ് കോൺട്രാക്റ്റിൽ പരാമർശിക്കപ്പെടാത്തത് എന്ത്? ഉത്തരം: അളവ്. റേറ്റ് കോൺട്രാക്ട് എന്നാൽ എന്ത്? ഉത്തരം: കോൺട്രാക്ട് കാലാവധി മുഴുവനുമായി ഒരു നിശ്ചിത നിരക്കിൽ സാമഗ്രികൾ സപ്ലൈ ചെയ്തു കൊള്ളാമെന്ന കരാർ. സെൻട്രൽ ഗവൺമെന്റിന്റെ റേറ്റ് കോൺട്രാക്റ്റുകളുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരം: സപ്ലൈസ് ഡിസ്പോസൽ ഡയറക്ടർ ജനറൽ. ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള നടപടി ഏത് കോൺട്രാക്ട്? ഉത്തരം: റണ്ണിംഗ് കോൺട്രാക്ട് മുഖാന്തരം. സർക്കാർ സ്റ്റോറിൽ വാങ്ങി സൂക്ഷിക്കാതെ തന്നെ സാമഗ്രികൾ നേരിട്ട് വിതരണം നടത്തുന്നതിന് സ്വീകരിക്കുന്ന സമ്പ്രദായം? ഉത്തരം: റേറ്റ് കോൺട്രാക്ട്. വാഹനങ്ങളുടെ റേറ്റ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നതിനുള്ള അധികാരി ആർ? ഉത്തരം: ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റോഴ്സ് ഡിസ്പോസൽ. കോൺട്രാക്റ്റുകളിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ആയത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അധികാരി? ഉത്തരം: അക്കൗണ്ടന്റ് ജനറൽ. റേറ്റ് കോൺട്രാക്റ്റിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു ഐറ്റം? ഉത്തരം: സ്റ്റീൽ ഫർണിച്ചർ. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ ഇൻഷുറൻസ് ചാർജുകൾ അടയ്ക്കുന്നത്? ഉത്തരം: ഗവൺമെന്റ്. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ നഷ്ടം, കേടുപാടുകൾ എന്നിവ ആരിൽ നിന്നുമാണ് ഈടാക്കി എടുക്കുന്നത്? ഉത്തരം: ഷിപ്പിംഗ് ഏജൻസികൾ, കയറ്റിയിറക്ക് കോൺട്രാക്ടർമാർ, വിതരണക്കാർ എന്നിവരിൽ നിന്ന്. ഡെമറേജ് ഒഴിവാക്കുന്നതിനായി ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ? ഉത്തരം: കപ്പൽ, റെയിൽവേ അഥവാ റോഡ് മാർഗം എത്തിച്ചേരുന്ന സാമഗ്രികൾ ആയത് ഏറ്റുവാങ്ങുന്നതിന് നിയുക്തരായ ഉദ്യോഗസ്ഥർ ഉടനെ ഏറ്റുവാങ്ങുകയും വിതരണം നടത്തുകയും ചെയ്യുക. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ എത്ര മാസം വരെ വൈകി എത്തുന്ന സാമഗ്രികൾ ആയതിനുള്ള കാരണം രേഖപ്പെടുത്തിയതിനു ശേഷം ഹെൽത്ത് ഡയറക്ടർക്ക് സ്വീകരിക്കാം? ഉത്തരം: 4 മാസം. സാമഗ്രികൾ ഏറ്റുവാങ്ങി കണക്കിൽപ്പെടുത്തി എത്ര ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തിയിരിക്കണം? ഉത്തരം: 30 ദിവസത്തിൽ അധികരിക്കാതെ. നിശ്ചിത തീയതിക്ക് ശേഷം എത്ര മാസത്തിനുള്ളിൽ എത്തിച്ചേരുന്ന സാമഗ്രികൾ വകുപ്പ് മേധാവികൾക്ക് ഏറ്റുവാങ്ങാം? ഉത്തരം: 2 മാസം. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത്? ഉത്തരം: അക്കൗണ്ടന്റ് ജനറൽ.
ഇന്ത്യക്കകത്ത് നടത്തിയ വ്യാപാര ഇടപാടുകൾ ഫോറിൻ കറൻസി ഇനത്തിൽ പേയ്മെന്റ് നടത്തുന്നതിന് അനുവാദം നൽകുന്നത്? ഉത്തരം ഇന്ത്യ ഗവൺമെന്റ്. അസംസ്കൃത വസ്തുക്കൾ, ആഫീസ് ഫർണിച്ചർ, ബുക്സ്, സ്റ്റേഷനറി എന്നിവകളുടെ കണക്ക് എഴുതുന്നതിനു എത്ര രജിസ്റ്റർ സൂക്ഷിക്കണം? ഉത്തരം 3 രജിസ്റ്ററുകൾ. ഒരു ഡിപ്പാർട്ട്മെന്റിലെ നശിച്ചു പോകുന്നതായ സാമഗ്രികൾ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥന് എപ്പോൾ പരിശോധന നടത്തണം? ഉത്തരം അർദ്ധവാർഷികമായി. ഒരു ആഫീസിൽ ലഭിക്കുന്ന ബുക്കുകൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്നിവ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ? ഉത്തരം KFC ഫാറം 19. ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഉപയോഗശൂന്യമായ സാമഗ്രികൾ കണ്ടം ചെയ്യുന്നതിന് അനുവാദം ആവശ്യമില്ലാത്തത് എപ്പോൾ? ഉത്തരം സാമഗ്രികൾ നേരിട്ട് ബോധ്യപ്പെടുന്നതിന് സാധ്യമെങ്കിൽ. യാതൊരു മൂല്യവുമില്ലാത്ത ഉപയോഗശൂന്യമായ സാമഗ്രികൾ എന്തു ചെയ്യണം? ഉത്തരം നശിപ്പിച്ചുകളയണം. നശിപ്പിച്ചുകളയുന്ന സാമഗ്രികളുടെ സർവേ റിപ്പോർട്ട് എഴുതി സൂക്ഷിക്കേണ്ടത്? ഉത്തരം KFC ഫാറം 21. അകാരണമായി ബുക്ക് സ്റ്റോക്കിലും അധികരിച്ച് കാണുന്ന സാമഗ്രികൾ എന്തു ചെയ്യും? ഉത്തരം സർപ്ലസ് സ്റ്റോക്കായി കണക്കാക്കും. എത്ര വർഷത്തിൽ അധികമായി അകാരണമായി ബുക്ക് സ്റ്റോക്കിലും അധികരിച്ച് കാണുന്ന സാമഗ്രികൾ സർപ്ലസ് സ്റ്റോക്കായി കണക്കാക്കും? ഉത്തരം 1 വർഷത്തിലധികം. ആഫീസ് ഫർണിച്ചർ പരിശോധിച്ച് സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നത് എപ്പോൾ? ഉത്തരം വർഷത്തിൽ ഒരിക്കൽ. പരിശോധനയിൽ സ്റ്റോക്ക് കുറവിന് ഇടയാക്കുന്ന കാരണങ്ങൾ? ഉത്തരം അശ്രദ്ധമായും തെറ്റായും കണക്ക് എഴുതിയതു മൂലമോ, ക്രമക്കേട് നടത്തുകയും മനഃപൂർവ്വം തെറ്റായി കണക്കെഴുതുകയും ചെയ്തത് മൂലമോ, വേസ്റ്റേജ് കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന കുറവ് മൂലമോ. സാമഗ്രികളുടെ വാർഷിക പരിശോധന നടത്തുന്നത് ആര്? ഉത്തരം ഡിപ്പാർട്ട്മെന്റ് തലവൻ ചുമതലപ്പെടുത്തുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ. സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ സ്റ്റോക്കിന്റെയും പരിശോധന നടത്തുന്നത്? ഉത്തരം 2 വർഷത്തിലൊരിക്കൽ. ഉപയോഗശൂന്യമായ സാമഗ്രികൾ ലേലം നടത്തി വിറ്റഴിച്ചാൽ സ്വീകരിക്കേണ്ടുന്ന നടപടി? ഉത്തരം ലേലം സൂപ്പർവൈസ് ചെയ്ത ഉദ്യോഗസ്ഥന് ഫോം 20A കണക്ക് തയ്യാറാക്കി ഒപ്പിടണം.